തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കെ.സി. വേണുഗോപാൽ എത്തിച്ചേർന്നിരിക്കുന്നു. കെ.സി. വേണുഗോപാലിന് വിമാനത്താവളത്തിന് പുറത്ത് പ്രവർത്തകർ നൽകുന്ന സ്വീകരണമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ അവസാന ഘട്ടം വരെ പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്തെത്തി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. അദ്ദേഹം നേരെ പോവുക രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കാണ് എന്നാണിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കെ.സി. വേണുഗോപാൽ സംസാരിച്ചതിന് ശേഷം 24-ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരും കെ.ആർ. ഗോപികൃഷ്ണൻ. ആദ്യം കെ.സി. വേണുഗോപാലിലേക്ക്. അല്ല, അതിനകത്ത് വളരെ സ്മൂത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്ന അച്ചടക്കമുള്ള നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം. രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ നിയുക്ത മുഖ്യമന്ത്രിയും അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും. തിങ്കളാഴ്ച എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യോ? ഞാൻ ഇന്നലെ ഇതെല്ലാം പറഞ്ഞെന്നില്ലേ നിങ്ങളോട്? ഇന്നലെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം. അത് ശിരസാ വഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ആ കാര്യമൊക്കെ തന്നെ ഇനി ചർച്ച ചെയ്യേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.